രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലെ അഷ്ടപതി ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. 81ാമത്തെ എപ്പിസോഡായി കഴിഞ്ഞു. ഇതിന് മുമ്പുള്ള എപ്പിസോഡ് വേണമെന്നുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. അതേ കണക്ക് എല്ലാ ചൊവ്വാഴ്ചയും 2 മണിക്ക് കൃഷ്ണന്റെ കാമുകി രാധയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതകഥ ഇതിനകത്ത് റിസർച്ച് ചെയ്ത് അവതരിപ്പിക്കുകയാണ്. 111 എപ്പിസോഡായി കാണണം. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം ശ്രീ രാധായൈ സ്വാഹ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണി കി ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പം നമുക്ക് തുടങ്ങാം. അഷ്ടപതി 15ാമത്തെ അധ്യായം 8ാമത്തെ ശ്ലോകമാണ്. ജിജിന ജിതിനാണ് പാടിത്തരുന്നത്. ജിജിന ജിതിനെ ഞാനിപ്പോൾ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ജിജിന ജിതിൻ നമുക്ക് ഇതിനു മുമ്പും അഷ്ടപതി നാരായണവും ഒക്കെ പാടി തന്നിട്ടുണ്ട്. അപ്പോൾ വളരെ സ്വരമാതിരിയിൽ ഭക്തിയിൽ ലയിച്ചുകൊണ്ട് നിങ്ങൾക്കും എനിക്കും പ്രിയപ്പെട്ട ജിജിന ജിതിൻ അഷ്ടപതി ആലപിക്കുകയാണ്. കേട്ടുകൊള്ളൂ. ഇഹരസബണനേ കൃതഹരിഗുണനേ മധുരിപുപദസേവകേ കലിയുഗചരിതം നവസതുദുരിതം കവിനൃപജയദേവകേ. അപ്പോൾ അതിമനോഹരമായി നമ്മുടെ ജിജിന ജിതിൻ അത് ആലപിച്ചത് നിങ്ങൾ കേട്ടല്ലോ. ഇനി നമുക്ക് തുടങ്ങാം. അതിനു മുമ്പ് ഒന്ന് പറയട്ടെ, നിശ്ചയമായും കഴിഞ്ഞതിൻ്റെ അങ്ങേ ചൊവ്വാഴ്ച രാധയുടെ പ്രണയത്തിലെ രാധയെ പൂജിച്ചാൽ എന്ന വീഡിയോ കണ്ടിരിക്കണേ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ. പിന്നെ മെനിഞ്ഞാന്ന് ഈ ചൊവ്വാഴ്ച റിലീസായ രാധാ കവചത്തിൻ്റെ പ്രാധാന്യം അത് നിങ്ങൾ വ്യക്തമായും കേൾക്കണം. ഇന്നലെ
ഞാൻ രാധാ കവചം ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഹിന്ദിയിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അവർക്കും കൂടെ മനസ്സിലാകുമെങ്കിൽ അവർ കേട്ടട്ടെ എന്ന് കരുതിയാണ് ഹിന്ദിയിലും കൂടെ രാധാ കവച് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ബുധനാഴ്ച ദിവസം ആ രാധാ കവച് മന്ത്രം മുഴുവനും ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ആ മന്ത്രം കേൾക്കുക. കേട്ട് 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 അതിൻ്റെ ഈണം നിങ്ങൾക്ക് ഉറയ്ക്കും. പിന്നെ കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായി. പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഇട്ടിട്ടുണ്ട്. ജ്യോതിഷമുണ്ട്. സംശയമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറിൽ വിളിക്കാം 96453339. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇകരസഭണനേ കൃതകരി ഗുണനേ മധുരി പൂപദ സേവകേ കവി നൃപ ജയ ദേവകേ കലിയുഗ ചരിതം നവസതു രാധേ. അർത്ഥം എഴുതിക്കോ. ഇഹ ഇഹ സമം ഇവിടെ. ഇഹ ഇഹ സമം ഇവിടെ. രസ രസ ശൃംഗാരം. രസ ശൃംഗാരം. ഫണേന ഫണേന അർത്ഥം എഴുതിക്കോ. വർണ്ണിക്കുക. ഫണേന അർത്ഥം വർണ്ണിക്കുക. ഗുണനെ ഗുണനെ പ്രശംസിക്കുക. പ്രശംസിക്കുക, പുകഴ്ത്തുക, അങ്ങനെയൊക്കെ അർത്ഥം എഴുതുക. മധുരിപു മധുരിപു ശ്രീകൃഷ്ണൻ. മധുരിപു ശ്രീകൃഷ്ണൻ. പദസേവകൻ പദസേവകൻ ദാസൻ. ദാസൻ നമ്മൾ ജോലിക്കാരൻ, ഇംഗ്ലീഷിൽ സെർവന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ദാസൻ. കലിയുഗ ചരിതേ കലിയുഗ അനുഭവങ്ങൾ എന്നാണ് അർത്ഥം. കലിയുഗ പിന്നെ ചരിതം കലിയുഗത്തിലെ അനുഭവങ്ങൾ. ന വസതു വസതു ബാധിക്കുക. വസതു ബാധിക്കുക. ന വസതു ബാധിക്കില്ല. ന എന്നാൽ നമ്മുടെ ഇംഗ്ലീഷിലെ നോ എന്നാണ് സംസ്കൃതത്തിൽ. അപ്പോൾ വസതു ബാധിക്കുക. ന വസതു ബാധിക്കില്ല. കവി നൃപ കവി ശ്രേഷ്ഠൻ. കവി ശ്രേഷ്ഠൻ. ദുരിതം ദുരിതം പാപം പാപം. അപ്പോൾ ഇവിടെ കവി എന്താ പറയുന്നത്? ഈ ലോകത്തിൽ ശൃംഗാര രസത്തെ വർണ്ണിക്കുന്നവനും ശ്രീകൃഷ്ണന്റെ ഗുണങ്ങളെ പുകഴ്ത്തുന്നവനും ശ്രീകൃഷ്ണന്റെ പാദസേവകനും കവി ശ്രേഷ്ഠനുമായ ജയദേവനിൽ കലിയുഗത്തിൻ്റെതായ ദുരിതങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് കവി സ്വയം പ്രാർത്ഥിക്കുകയും ഒപ്പം നമുക്കൊരു വലിയ സൂചന നൽകുകയും ചെയ്യുകയാണ്. കവി തന്നെത്താനെ പറയുകയാണ്. കവി തന്നെ പറയുകയാണ്, രാധാകൃഷ്ണന്റെ ശൃംഗാരലീലകൾ എന്നെപ്പോലെ ആരും വർണ്ണിക്കില്ല. അത് സത്യമല്ലേ? അഷ്ടപതി പോലെ വേറെ എന്താ ഉള്ളത്? ഭാഗവതമൊന്നും അഷ്ടപതിയുടെ മുമ്പിൽ ഒന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഗുരുവായൂർ അമ്പലത്തിലെന്നല്ല, കൃഷ്ണൻ ഇരിക്കുന്ന എവിടെയും ദീപാരാധന സമയത്ത് പുള്ളിക്ക് ഭാഗവതവും കേൾക്കണ്ട, രാമായണവും കേൾക്കണ്ട, ഭഗവത്ഗീതയും കേൾക്കണ്ട, അഷ്ടപതി കേട്ടാൽ മതി. പക്ഷെ എൻ്റെ രാധയുടെ പ്രണയം കാണുന്നതിൽ എത്ര പേര് അഷ്ടപതി കേൾക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കൃഷ്ണന് അഷ്ടപതി കേട്ടാൽ മതി. അപ്പം അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ആ ശൃംഗാര രസം വർണ്ണിച്ചിരിക്കുന്നത്. അത് അങ്ങനെ രാധാകൃഷ്ണന്മാരുടെ ശൃംഗാര രസം വർണ്ണിക്കാൻ എന്നെപ്പോലെ കഴിവുള്ള ഒരാളില്ല എന്ന് ജയദേവ കവി പറയുന്നു. ഇത് അഹന്ത നിറഞ്ഞ വാക്കല്ല, ഭക്തിരസം നിറഞ്ഞ വാക്കാണ്. അതേ കണക്ക് ശ്രീകൃഷ്ണന്റെ ഗുണഗണങ്ങളെ പുകഴ്ത്തുന്നതിലും എന്നോളം മറ്റാരും വരില്ല. ശ്രീകൃഷ്ണന്റെ പാദസേവകൻ എന്ന നിലയിലും അത്ര അകമഴിഞ്ഞ് കൃഷ്ണന്റെ പാദസേവ എന്നോളം ആരും ചെയ്യില്ല. സത്യമല്ലേ അത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ. തൻ്റെയും തൻ്റെ കാമുകിയും ഭാര്യയും സർവസ്വവുമായ രാധയും തമ്മിലുള്ള രതിലീലകൾ സ്വപ്നത്തിൽ വന്ന് കാണിച്ചു കൊടുത്ത് ജയദേവ നീ എഴുതെന്ന് പറയണമെങ്കിൽ ജയദേവൻ ശ്രീകൃഷ്ണന്റെ അങ്ങേയറ്റത്തെ പാദസേവകനല്ലേ? സ്വന്തം രതിലീല വന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ എന്തുമാത്രം ഭക്തിയുടെ ഉന്നത കോടിയിൽ നിൽക്കുന്ന ആളാണ് ജയദേവൻ. അപ്പൊ ഇവിടെ ജയദേവ കവിയുടെ വാക്കുകൾ അഹങ്കാരമായിട്ടല്ല എടുക്കേണ്ടത്, ഭക്തിയുടെ നിറവിലാണ്.
ആ അർത്ഥത്തിൽ കവിശ്രേഷ്ഠനാണ്. ആരാണ് കവിശ്രേഷ്ഠൻ? ഭഗവാനെ കുറിച്ച് വർണ്ണിക്കുന്നവൻ ആരോ അവനാണ് കവിശ്രേഷ്ഠൻ. അല്ലാതെ മദ്രാസിൽ കോടാമ്പക്കത്ത് പോയിരുന്ന് സിനിമാ പാട്ട് എഴുതുന്നവനല്ല കവിശ്രേഷ്ഠൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ജയദേവന് കലിയുഗത്തിൻ്റെതായ ദുരിതങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് കവി സ്വയം പ്രാർത്ഥിക്കുകയും കലിയുഗത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നമുക്ക് പറഞ്ഞു തരികയും ചെയ്യുന്നു. അപ്പൊ ശൃംഗാര രസപ്രിയനാണ് സാക്ഷാൽ ജയദേവ കവി. രാധാകൃഷ്ണന്മാരുടെ ശൃംഗാര ലീലകള് അതിമനോഹരമായിട്ടാണ് ജയദേവ കവി അഷ്ടപദിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുവരെ ശൃംഗാരത്തെ ഭക്തിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു എല്ലാവരും. ജയദേവ കവിയാണ് ആ ധീരത കാണിച്ചത്. ശൃംഗാരവും ഭക്തിയും രണ്ടും രണ്ടല്ല, രണ്ടും ഒന്നാണെന്ന് പറഞ്ഞത് ശ്രീകൃഷ്ണനുമാണ്. അതിനെ അടിത്തറയിട്ടു ജയദേവ കവി. മറ്റു പല മതങ്ങളിലും അവരൊക്കെ ശൃംഗാരത്തെ എന്ത് ചെയ്യുകയാണ്? മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഈ നമ്മുടെ ഗോപികാ സങ്കല്പമാണ് ക്രിസ്ത്യൻസിൻ്റെ കന്യാസ്ത്രീ സങ്കല്പം എന്ന് നമ്മൾ പലവരും പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണനും ഗോപികമാര്, ക്രിസ്ത്യൻസിനാകട്ടെ കന്യാസ്ത്രീ. ഞാൻ ഇന്നു മുതൽ കർത്താവിൻ്റെ മണവാട്ടിയാകുന്നു എന്നാണ് പറയുന്നത്. ഞാൻ കർത്താവിൻ്റെ അമ്മയാകുന്നു എന്നോ സഹോദരിയാകുന്നു എന്നോ ഒന്നുമല്ല പറഞ്ഞിരിക്കുന്നത്, മണവാട്ടിയാകുന്നു. കർത്താവിന് വേണ്ടിയാണ് ആ ശരീരം കാത്തു സൂക്ഷിക്കുന്നത്. അതാ ഒരു ബിഷപ്പിന്റെ പേരിൽ എന്തോ ഉണ്ടായപ്പോൾ ഒരു സിസ്റ്റർ പറഞ്ഞില്ലേ, കർത്താവിന് വേണ്ടി ഞാൻ കാത്തു സൂക്ഷിച്ച ശരീരമാണ്. പക്ഷെ അവരതിനെ ഒരു ഭക്തിമയം, അവരതിനെ ശൃംഗാരത്തിലേക്ക് കൊണ്ടുവരാതെ മാറ്റി നിർത്തും. പക്ഷെ ഹിന്ദു അങ്ങനല്ല. ശൃംഗാരവും ഭക്തിയും രണ്ടും രണ്ടല്ല, ഒന്നാണ്. ഹിന്ദുവിൽ കൃഷ്ണൻ ഗോപികമാരുമായി നൃത്തം ചവിട്ടും, നികുഞ്ചത്തിൽ അവരുമായി രതിലീലയിൽ ഏർപ്പെട്ട് അവരുടെ മനസ്സിലെ കാമത്തെ ഇല്ലാതാക്കി ശുദ്ധിയിലേക്ക് ഉണർത്തും. പക്ഷെ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അങ്ങനെ ഒരു ഭാവം ക്രിസ്തു ഒരിക്കലും മറ്റേ കന്യാസ്ത്രീമാരുമായിട്ട് അങ്ങനെ ഒരു ശൃംഗാര രസപ്രദമായ ഒന്നിനും അവിടെ തയ്യാറല്ല. ഇതാണ് ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം. കൃഷ്ണൻ എങ്ങനല്ല, ശൃംഗാര രസപ്രിയനാണ്. ഗോപികമാരുമായി നൃത്തം ചവിട്ടും, ഗോപികമാരുമായി രമിക്കും. അതേ സങ്കല്പം തന്നെയാണ് ക്രിസ്ത്യൻസിന്. പക്ഷേ അവർ രതിയെ തങ്ങളുടെ ഭക്തിയിൽ നിന്ന് മാറ്റി നിർത്തും. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസമെന്ന് പറയുന്നത്. അങ്ങനെ ശ്രീകൃഷ്ണന്റെ പാദങ്ങളെ സ്വന്തം നെഞ്ചിലേറ്റി കൃഷ്ണന്റെ ഗുണഗണങ്ങളെ ഹൃദയത്തിൽ തട്ടി വർണ്ണിക്കുന്ന കവിയാണ് ആരെന്ന് പറയുന്നത്? സാക്ഷാൽ ജയദേവ കവി. അതുകൊണ്ട് തന്നെ ഇന്ന് ഭൂമിയിലെ ഏറ്റവും വലിയ കൃഷ്ണഭക്തൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാക്ഷാൽ ജയദേവ കവി തന്നെയാണ്. സംശയമൊന്നും വേണ്ട. ഏറ്റവും വലിയ കൃഷ്ണഭക്തൻ ആര്? പൂന്താനമാണോ? അല്ല. ഭട്ടതിരിപ്പാടാണോ? അല്ല. എന്തുകൊണ്ട്? അവർക്കാർക്കും കൃഷ്ണൻ സ്വന്തം രതിലീലകളെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടില്ല. പൂന്താനത്തിന് വേറൊരു രീതിയിലാണ് കാണുന്നത്. ഭട്ടതിരിപ്പാടിന് വില്ലുമംഗലത്തിലെ കുറൂരമ്മയൊക്കെ വേറെ ഭാവത്തിലാണ്. സ്വന്തം രതിലീല കൃഷ്ണൻ പറഞ്ഞു കൊടുക്കണമെങ്കിൽ കൃഷ്ണൻ എന്തുമാത്രം ഇഷ്ടവും വിശ്വസ്തനും കൃഷ്ണഭക്തിയുടെ പരമകോടിയിലെത്തിയവനുമാണ് സാക്ഷാൽ ജയദേവ കവി എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. അതുകൊണ്ട് ഭൂമിയിൽ ജീവിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആര് കൃഷ്ണഭക്തൻ ആരെന്ന് ചോദിച്ചാൽ ജയദേവ കവി. ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പുണ്യം കലർന്ന കൃതി ഏതെന്ന് ചോദിച്ചാൽ സംശയം വേണ്ട, അഷ്ടപതി. ഏറ്റവും കൂടുതൽ പുണ്യം ചെയ്യുന്നവര് രാധാജിയുടെ കഥ കേൾക്കുകയും രാധാജിയുടെ ശൃംഗാര കേളികളാകുന്ന അഷ്ടപതി കേൾക്കുകയും ചെയ്യുന്നവരാണ്. അങ്ങനെ എഴുതിയത് കൊണ്ട് കലിയുഗത്തിൽ ജയദേവ കവിക്ക് ഒരിക്കലും കലിയുഗത്തിൻ്റെ ദോഷങ്ങളായ കോപം, അസൂയ, കാപട്യം, അല്ലേ, മറ്റൊരുവന്റെ ഭാര്യയോടുള്ള ആസക്തി, ഇതൊന്നും തന്നെ കവിയെ ബാധിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ കവി പറഞ്ഞിരിക്കുന്നത് കലിയുഗത്തിൽ ആരാണോ, വളരെ ശ്രദ്ധിച്ചു കേട്ടോണം, കവി പറയുന്നത് ഇത്രയുമാണ്, കലിയുഗത്തിൽ ആരാണോ ജയദേവ കവിയുടെ
ശൃംഗാരരസപ്രദമായ അഷ്ടപതി വായിക്കുന്നത്, അഷ്ടപതി കേൾക്കുന്നത്. അതുപോലെ അഷ്ടപതിയിലെ തന്നെ ജയദേവ കവിയുടെ ശൃംഗാര വർണ്ണനകൾ ആരാണോ കേൾക്കുന്നത്, കണ്ടോ, ഇതൊരു ഭയങ്കര ധീരമായ വിപ്ലവകരമായ ഒരു പറച്ചിലാണ്. കാട്ടിൽ പോയി തപസ് ചെയ്യാനല്ല പറയുന്നത്, സ്ത്രീയെ മാറ്റി നിർത്താനല്ല പറയുന്നത്, ചേർത്ത് പിടിക്കാൻ, സ്ത്രീയെ ചേർത്ത് പിടിക്കാൻ. സ്ത്രീയെ ചേർത്ത് പിടിക്കാതെ നിനക്ക് മോക്ഷം കിട്ടില്ല എന്ന് പ്രഖ്യാപിച്ച ആദ്യത്തെ ദൈവമാണ് ശ്രീകൃഷ്ണൻ. അങ്ങനെ പ്രഖ്യാപിച്ച ആദ്യത്തെ കവിയാണ് ജയദേവ കവി. നമ്മൾ അങ്ങനെയല്ല, എല്ലാവരും സ്ത്രീയെ മാറ്റി നിർത്തിയാണ്. മിക്ക മതത്തിലും അങ്ങനെയാണ്. ദൈവങ്ങളൊന്നും സ്ത്രീകളെ അടുപ്പിക്കില്ല, എന്നാൽ അവരൊക്കെ ജനിച്ചത് സ്ത്രീയിലൂടെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ജയദേവ കവി പറയുന്നു, അഷ്ടപതിയിലെ ശൃംഗാര രസം കലർന്ന കാവ്യഭാവങ്ങൾ ആരാണോ വായിക്കുന്നത്, ആരാണോ അതിനെ ആസ്വദിക്കുന്നത്, അതോടൊപ്പം തന്നെ ആരാണോ ഇത് പറയുന്നത്, ദേ ഞാനിത് അവതരിപ്പിക്കുന്നു, അവരെ ഒരു കാരണവശാലും കലിയുഗത്തിലെ ദോഷങ്ങൾ ബാധിക്കില്ല. അപ്പൊ ജയദേവ കവി സ്വയം ബാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഉപദേശം തരുന്നു. നിങ്ങൾ അഷ്ടപതി വായിക്കുക, അഷ്ടപതി കേൾക്കുക, ഒരിക്കലും നിങ്ങളെ കലി ബാധിക്കില്ല. ഇത് ദ്രുതതാളത്തിലും ദ്രുതലയത്തിലുമാണ് പാടിയിരിക്കുന്നത്. മൽഹാര രാഗം തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മൽഹാര രാഗത്തിലാണിത് ജയദേവ കവി ആലപിക്കാൻ പറഞ്ഞിരിക്കുന്നതും. അപ്പോൾ മനസ്സിലായല്ലോ, കലിയുഗത്തിൽ നിങ്ങൾക്ക് മുക്തി നേടുന്നതിന് നിങ്ങൾ കിടന്ന് വ്രതമെടുക്കുകയും തിന്നാതിരിക്കുകയും കഠിന മന്ത്രങ്ങൾ ചെയ്യുകയും ഒന്നും വേണ്ട. കലിയുഗ ദോഷം മാറ്റാൻ ജയദേവ കവിയുടെ ശൃംഗാരരസപ്രദമായ കാവ്യം കേട്ടാൽ മാത്രം മതി എന്നാണ് പറയുന്നത്. ആ ശ്ലോകം ഒരിക്കൽ കൂടി ജിതിൻ പാടുന്നു, അതിനുശേഷം അടുത്ത വന്ദന ശ്ലോകം പാടുന്നു. എന്നിട്ട് ഞാനത് പഠിപ്പിക്കാം, കേട്ടുകൊള്ളൂ. कृतहरिगुणने मधुरिपुपदसेवके कलियुगचरितं नवसतु दुरितं कविनृपजयदेवके नायादसखि निर्दयो यदि षडस्त्वं दूदि किं दूयसे स्वच्छन्दं बहुवल्लभ सरमदे किं तन्द्रते दूषणं पश्याद्य प्रियसङ्गमाय दैद स्याकृष्ण्यमाणं गुणैरुत्कण्ठार्तिभराधिव സ്ഫുടദിദം ചേതസ്വയം യാസ്യതി. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് വരാം. വന്ദന ശ്ലോകമാണ്. നായാധേ സഖി നിർദ്ദയോ യദി ഷഠസ്ത്വം ദൂതി കിം ദൂയസേ സ്വച്ഛന്ദം ബഹുവല്ലഭസരമദേ കിം തത്ര തേ ദൂഷണം പശ്യാദ്യ പ്രിയാ സംഗമായ ദൈതസ്യാകൃഷ്യമാണം ഗുണൈരുൽക്കണ്ഠാർത്തി ഭരാദിവ സ്ഫുടദിദം ചേതസ്വയം യാസ്യതി. അർത്ഥം എഴുതിക്കൊള്ളൂ. ന്യായാധ, അർത്ഥം എഴുത്. ന്യായാധ, ന്യായാധ എന്നിട്ട് പിരിച്ചെഴുത്. ന അധികം ആയാതൻ, എത്തിച്ചേരാത്തവൻ. വേണമെങ്കിൽ ഇങ്ങനെ എഴുതിക്കോ. ആയാതൻ സമം എത്തിച്ചേരുന്നവൻ. അപ്പൊ നിങ്ങൾക്ക് കുറെ കൂടെ എളുപ്പമാണ്. ആയാതൻ സമം എത്തിച്ചേരുന്നവൻ. ന ആയാതൻ അർത്ഥം എത്തിച്ചേരാത്തവൻ. നായ്ക്ക് സംസ്കൃതത്തിലെ ന ഇംഗ്ലീഷിലെ നോയാണ്. സത്യത്തിൽ സംസ്കൃതത്തിൽ നിന്നാണ് ഈ ഇംഗ്ലീഷ് വാക്ക് രൂപം കൊണ്ടത്. ന എന്നതിൽ നിന്നാണ് അവർ നോ എടുത്തത്. നിർദ്ദയൻ, നിർദ്ദയൻ ദയയില്ലാത്തവൻ. അർത്ഥം എഴുതിക്കോ. നിർദ്ദയൻ ദയയില്ലാത്തവൻ. യതി, യതി എങ്കിൽ. ഷഠസ്ത്വം
കഠിന ഹൃദയമുള്ളവൻ. ശഠസ്ത്വം കഠിന ഹൃദയമുള്ളവൻ. ദൂതി ദൂത് പോകുന്നവൾ, നമ്മൾ ദൂത് പോകുന്നവൾ, മെസഞ്ചർ എന്ന് പറയുന്നത്. കിം എന്തിന്, കിം എന്തിന്. ദൂയസേ ദൂയസേ ദുഃഖിക്കുന്നു. കിം എന്തിന്, ദൂയസേ ദൂയസേ ദുഃഖിക്കുന്നു. സ്വച്ഛന്തം സ്വച്ഛന്തം സ്വന്തം ഇഷ്ടപ്രകാരം. സ്വച്ഛന്തം സ്വന്തം ഇഷ്ടപ്രകാരം. ബഹുവല്ലഭ ബഹുവല്ലഭ അർത്ഥം അനേകം ഭാര്യമാരോട് കൂടിയവൻ. ബഹുവല്ലഭ അനേകം ഭാര്യമാരോട് കൂടിയവൻ. രമതേ രമിക്കുന്നു എന്ന് വെച്ചാൽ രതിലീലകൾ ആടുന്നു. അടുത്തത് മൊത്തം എഴുതണം. കിം, കിം എന്ന് പറഞ്ഞാൽ എന്തിന്. തത്ര ധേ ദൂഷണം, തത്ര ധേ ദൂഷണം. അപ്പൊ അത് മൊത്തം എഴുതിക്കോ. കിം തത്ര ധേ ദൂഷണം. നിനക്കെന്താണ് കുഴപ്പം, അല്ലെങ്കിൽ നീ എന്തിനാണ് സങ്കടപ്പെടുന്നത്. ഈ രണ്ടർത്ഥവും എഴുതിക്കോളൂ. നിനക്കെന്താണ് കുഴപ്പം, നീ എന്തിനാണ് സങ്കടപ്പെടുന്നത്. അതാണ് കിം തത്ര ദേ ദൂഷണം എന്നതിൻ്റെ അർത്ഥം. പശ്യ കണ്ടാലും, പശ്യ സമം കണ്ടാലും. ആദ്യ ആദ്യ ഇന്ന്, ടുഡേ ആദ്യ ഇന്ന്. പ്രിയാസംഘം പ്രിയയുമായി കൂടിച്ചേരുക, കൂടിച്ചേരുക. ദൈതൻ, ദൈതൻ അർത്ഥം ഭർത്താവ്, ദൈതൻ ഭർത്താവ്. ആകർഷ്യമാണ് ആകർഷിക്കപ്പെടുന്നു, ആകർഷ്യമാണ് ആകർഷിക്കപ്പെടുന്നത്. ഗുണൈ അർത്ഥം ഗുണഗണങ്ങൾ, ഗുണൈ ഗുണഗണങ്ങൾ. ഉത്കണ്ഠാർത്ഥി ഉത്കണ്ഠയും വേദനയും, ആർത്തി വേദന, ഉത്കണ്ഠയും വേദനയും. ഭരാത് ഭരാത് നിറഞ്ഞ്, നിറഞ്ഞ്. സ്ഫുടധിതം സ്ഫുടധിതം അർത്ഥം പൊട്ടിത്തെറിക്കുന്നത്, സ്ഫുടധിതം അർത്ഥം പൊട്ടിത്തെറിക്കുന്നത്. സ്വയം യാസ്യതി അർത്ഥം സ്വയം അവിടേക്ക് പോകും, സ്വയം അവിടേക്ക് പോകും. അപ്പോൾ ഇവിടെ എന്താ ഇതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം. അല്ലയോ എൻ്റെ സഖിയായവളും ദൂതിന് പോയവളുമായ പ്രിയപ്പെട്ട തോഴി, ഒരു ദയയുമില്ലാത്തവനും കഠിനന് ഹൃദയനുമായ ശ്രീകൃഷ്ണൻ വന്നില്ലെങ്കിൽ നീ എന്തിനാണ് ദുഃഖിക്കുന്നത്. ഒരുപാട് ഭാര്യമാരോടുകൂടി കൃഷ്ണൻ സ്വന്തം ഇഷ്ടപ്രകാരം രതിലീലകൾ ആടുകയാണ്. അതിന് നിനക്കെന്താ കുഴപ്പം, നീ എന്തിനാ സങ്കടപ്പെടുന്നത്. ഇപ്പോൾ പ്രിയതമനുമായുള്ള സംഗമത്തിനായി അവൻ്റെ ഗുണഗണങ്ങളിൽ ആകൃഷ്ടയായി തീർന്ന എൻ്റെ മനസ്സ് ഉത്കണ്ഠ കൊണ്ടും സങ്കടം കൊണ്ടും പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ എത്തി എൻ്റെ ഹൃദയം പൊട്ടിത്തെറിച്ചിട്ട് ഞാൻ തന്നെ അവിടേക്ക് പോകും, തോഴി നീ കണ്ടാലും. ഇതാണ് മൊത്തത്തിലുള്ളൊരർത്ഥം. ഇനി നമുക്ക് വിശദീകരിച്ചു പോകാം. ഇവിടെ ശ്രീകൃഷ്ണൻ തൻ്റെ സമീപത്തേക്ക് വന്നില്ലെങ്കിൽ തൻ്റെ ആത്മാവ് അങ്ങോട്ടേക്ക് പോകുമെന്ന് രാധാറാണി സഖിയോട് പറയുന്നതാണ് ഈ ശ്ലോകം. ഇവിടുത്തെ കുറച്ചു ഭാഗം സത്യം പറഞ്ഞാൽ ആദ്യം രാധാറാണിയും തോഴിയും തമ്മിലുള്ള സംസാരമാണ്. പിന്നെ രാധാറാണി തൻ്റെ ആയ ആഗ്രഹങ്ങൾ, ഉദ്ദേശങ്ങൾ പറയുകയാണ്. അപ്പോൾ ഇവിടെ കൃഷ്ണനെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് പോയ ദൂതി കൃഷ്ണനില്ലാതെ ആകെ വിഷമിച്ച് നിരാശയായി മടങ്ങി വന്നു. അങ്ങനെ നിരാശ പൂണ്ട തോഴി രാധാജിയോട് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി രാധയെ, ഞാൻ ദൂത് പറയാൻ ചെന്നപ്പോൾ പല സ്ത്രീകളുമായിട്ട്, ഗോപികമാരുമായിട്ട് കൃഷ്ണൻ അങ്ങനെ നൃത്തം ചവിട്ടി രസിക്കുകയാണ് രാധേ. ഞാൻ അവനെ പലതവണ വിളിച്ചു, രാധേ നീ ഇവിടെ ഒറ്റയ്ക്കാണ്, നീ കാണാൻ ആഗ്രഹിക്കുന്നു, കൃഷ്ണ നീ വരണം എന്ന് ഞാൻ പലതവണ വിളിച്ചു. പക്ഷേ അവൻ ക്രൂരനാരാധേ, ക്രൂരനാണ്, എന്നോട് ക്രൂരതയാണ് കാട്ടിയത്. ഞാൻ എത്ര വിളിച്ചിട്ടും അവൻ എന്നോടൊത്ത് വന്നില്ല രാധേ.
അപ്പോ രാധാറാണി തോഴിക്ക് കൊടുക്കുന്ന മറുപടിയാണിത്. രാധാജി പറഞ്ഞു, തോഴി, പലരുമായി രമിക്കുന്ന ഒരു ദയ എന്തെന്നറിയാത്ത കഠിന ഹൃദയനായ ആ കൃഷ്ണൻ വരാത്തത് അതെങ്ങനെ നിന്റെ കുഴപ്പമാകും? കൃഷ്ണൻ വരാത്തത് കൊണ്ട് നീ എന്തിനാ വിഷമിക്കുന്നത്? നിന്റെ കയ്യിൽ ഒരു കുഴപ്പവുമില്ല. അവൻ കഠിന ഹൃദയനാണ്, ദയയില്ലാത്തവനാണ്, കണ്ട സ്ത്രീകളുമായി രമിക്കുന്നവനാണ്. അവൻ വരാത്തതിന് തോഴി നീ എന്തു പിഴച്ചു? നിന്റെ കയ്യിൽ ഒരു കുഴപ്പവുമില്ല. നീ എന്തിനാ വിഷമിക്കുന്നത്? ഉണ്ടോ, ഓരോട് ആംബുലൻസ് പോവാണ്. നീ എന്തിനാണ് വിഷമിക്കുന്നത് തോഴി? ഒരു ദൂതി എന്ന നിലയിൽ, ദൂത് പറയാൻ പോയവളെന്ന നിലയിൽ നീ നിന്റെ കർത്തവ്യം ഭംഗിയായി നിർവഹിച്ചു. നിന്റെ ജോലി നീ കൃത്യമായി നിർവഹിച്ചു. അപ്പോൾ പിന്നെ കൃഷ്ണൻ വന്നില്ല, അത് നിന്റെ തെറ്റല്ല. അപ്പൊ ദൂത് പോയ തോഴി രാധാറാണിയോട് പറഞ്ഞു, ഞാൻ ആകെ സങ്കടത്തിലാണ് രാധേ. കാരണം രാധാജി പറഞ്ഞിട്ടും എൻ്റെ പ്രിയപ്പെട്ട യജമാനത്തെയും തോഴിയുമായ രാധ പറഞ്ഞിട്ടും രാധാറാണി പറഞ്ഞിട്ടും എനിക്ക് കൃഷ്ണനെ കൂട്ടിക്കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. എൻ്റെ പ്രിയപ്പെട്ട തോഴി രാധേ, നിന്റെ ആഗ്രഹം സാധിച്ചു തരാൻ എനിക്ക് കഴിഞ്ഞില്ല. രാധ ഒരു കാര്യം അറിയണം, ഈ കൃഷ്ണനെന്നും പറഞ്ഞ് കൃഷ്ണാന്നും പറഞ്ഞ് ചാവാനായിട്ട് കുറേ ഗോപികമാര് ചുറ്റും കിടപ്പുണ്ട്. ഈ കൃഷ്ണൻ സ്വതന്ത്രനാണ്. അവൻ എവിടെ ചെന്നാലും എപ്പോഴായാലും അവനിങ്ങനെ ആനന്ദിച്ചുകൊണ്ടേയിരിക്കും. അവൻ്റെ ആനന്ദം പങ്കിടാൻ അനേകം സ്ത്രീകൾ അവന് ചുറ്റുമുണ്ട് രാധേ. ഇത് കേട്ടപ്പോൾ രാധാറാണി പറഞ്ഞു, നീ എന്തിനാ തോഴി സ്വയം കുറ്റപ്പെടുത്തുന്നത്? നോക്ക്, അവൻ്റെ ഗുണഗണങ്ങൾ എൻ്റെ ഹൃദയത്തെയും വല്ലാതെ ആകർഷിച്ചു. അത് സത്യമാണ്. അതുകൊണ്ട് തന്നെ അവനുമായിട്ട് ഒന്നിച്ചു ചേരാൻ ഞാൻ തീവ്രമായിട്ട് ആഗ്രഹിച്ചു. നിനക്കറിയാമോ തോഴി, എൻ്റെ ഹൃദയം ഉത്കണ്ഠയും സങ്കടവും കൊണ്ടങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ഏത് സമയത്തും എൻ്റെ ഹൃദയം സങ്കടം താങ്ങാൻ കഴിയാതെ പൊട്ടിത്തെറിക്കാം തോഴി. നോക്കൂ തോഴി, അധികം വൈകാതെ എൻ്റെ ഹൃദയം പൊട്ടിത്തെറിച്ച് ഞാൻ സ്വയം അവിടേക്ക് പോകും. അതായത് രാധാജി പറയുന്നത്, എൻ്റെ ആത്മാവ് ശ്രീകൃഷ്ണനിൽ ലയിച്ച് ഞാൻ മരിക്കും എന്നാണ് രാധാറാണി പറയുന്നത്. അപ്പൊ ഇവിടെ തോഴിയോട് പറയുകയാണ്, നീ വിഷമിക്കേണ്ട തോഴി. ആ കൃഷ്ണൻ ദയയില്ലാത്തവനാ, ക്രൂരനാണ്. എന്നെ മറന്നിട്ട് കുറെ പെണ്ണുങ്ങളെ കിട്ടിയപ്പം അവരുമായിട്ട് നൃത്തം ചവിട്ടി നടക്കുകയാണ്. തോഴി, അത് നിന്റെ കയ്യിലെ കുറ്റമല്ല. നീ നിന്നെ കുറ്റപ്പെടുത്തണ്ട തോഴി. പക്ഷേ നീ ഒരു കാര്യം നല്ലതുപോലെ ആലോചിച്ചോ. അവൻ്റെ ഗുണഗണങ്ങളിൽ മറ്റു ഗോപികമാര് വീണതുപോലെ ഞാനും വീണുപോയി. അവൻ്റെ ഗുണഗണങ്ങൾ കേട്ട് അവനുമായി സംഗമിക്കാൻ എൻ്റെ ഹൃദയം വല്ലാണ്ട് കൊതിച്ചുപോയി തോഴി. പക്ഷെ അവൻ എൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. അപ്പൊ എൻ്റെ ഹൃദയത്തിൽ അവൻ വരുമോ എന്ന ഉത്കണ്ഠ, അവൻ വരാത്ത വേദന. തോഴി, നിനക്കറിയാമോ, എൻ്റെ ഹൃദയത്തിൽ ഉത്കണ്ഠയും വേദനയും ഇങ്ങനെ നിറഞ്ഞു വരികയാണ്. എത്രമാത്രം എൻ്റെ ഹൃദയത്തിന് അത് താങ്ങാൻ പറ്റും തോഴി. ഒരു സമയത്ത് എൻ്റെ ഹൃദയത്തിന് ഇത് താങ്ങാൻ കഴിയാതെ പൊട്ടിത്തെറിക്കും. എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചു പോകും. അപ്പോൾ എൻ്റെ ആത്മാവ് താനേ അവൻ്റെ അടുക്കലേക്ക് എത്തിച്ചെല്ലും. നീ എന്തിനാ വിഷമിക്കുന്നത്? ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാം. അതായത് ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത്, രാധാറാണി കൃഷ്ണൻ്റെ ആ വിരഹ ദുഃഖം സഹിക്കാൻ വയ്യാതെ ഹൃദയം പൊട്ടി മരിക്കുമെന്ന് പറയുന്നു. അങ്ങനെ തൻ്റെ ആത്മാവ് ശ്രീകൃഷ്ണനിൽ ചെന്ന് ലയിച്ചു ചേരും എന്ന് ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം, ഇതിനു മുമ്പ് തന്നെ രാധാജിയും കൃഷ്ണനും യമുനാ നദിയുടെ തീരത്തുള്ള നികുഞ്ചങ്ങളിൽ വെച്ച് രതിലീലകൾ ആടുന്ന സമയത്ത് തന്നെ രാധാറാണിയുടെ ആത്മാവ് കൃഷ്ണനിൽ ലയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ വെറും ശരീരം മാത്രമാണുള്ളത്. ഞാനും അവനും ഒന്നായി കഴിഞ്ഞു. ഞങ്ങൾ രാധാകൃഷ്ണന്മാരായി കഴിഞ്ഞു. അങ്ങനെ രണ്ട് രീതിയിൽ നമുക്കിതിനെ എന്ത് ചെയ്യാം, വ്യാഖ്യാനിക്കാൻ പറ്റും.
ഇവിടെ കരഞ്ഞു തളർന്ന ദുഃഖിച്ച രാധാറാണി ഭരതമുനിയുടെ നാട്യശാസ്ത്ര പ്രകാരം ദശമി ദശ എന്ന 10ാമത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്താണ് ദശമി ദശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാമുകനാൽ ഉപേക്ഷിക്കപ്പെട്ടത് കൊണ്ട് ജീവിതം വേണ്ട എന്ന് വിചാരിച്ച് മരണത്തെ ആഗ്രഹിക്കുന്നതിനെയാണ് ദശമി ദശ എന്ന് പറയുന്നത്. അങ്ങനെ രാധാറാണി ദശമി ദശ എന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് ഇവിടെ ജയദേവ കവി വിക്രീഡിത വൃത്തത്തിലും കാവ്യലിംഗ അലങ്കാരം ഉപയോഗിച്ചും പറഞ്ഞിരിക്കുന്നത്. ഓർമ്മിക്കുക തൻ്റെ കാമുകൻ മറ്റൊരു സ്ത്രീയുമായി സംസാരിക്കുന്നത് പോലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും സ്ത്രീക്ക് സഹിക്കുമോ? നിങ്ങളുടെ കാമുകനോ ഭർത്താവോ പിന്നെ ഒന്നിൽ കൂടുതൽ സ്ത്രീകളുമായിട്ട് ഇടപഴകുന്നു എന്ന് പറയുന്നത് കേട്ടാൽ എങ്ങനെ സഹിക്കും? രാധാറാണിക്ക് താങ്ങാൻ കഴിയുന്നില്ല. രാധാറാണി പറഞ്ഞു, ഞാൻ ഹൃദയം പൊട്ടി മരിക്കും, അങ്ങനെ എൻ്റെ ആത്മാവ് കൃഷ്ണനിൽ വന്ന് ചേരട്ടെ. രാധാറാണിയുടെ ഹൃദയവികാരം വളരെ ഭംഗിയായി മനസ്സിലാക്കിയ ആളാണ് പൂവച്ചൽ ഖാദർ എന്ന് പറയുന്ന കവി. അദ്ദേഹം മുസൽമാനാണ്. പക്ഷേ രാധാറാണിക്ക് കൃഷ്ണന് മുസൽമാനെന്നൊന്നുമില്ല. അവർ ജാതി മതങ്ങൾക്കപ്പുറമാണ്. എല്ലാ മതങ്ങളിലും കൃഷ്ണനുണ്ട്, എല്ലാ മതങ്ങളിലും രാധമാരുണ്ട്. പ്രണയിക്കുന്ന എല്ലാവരും കൃഷ്ണന്മാരാണ്. പ്രണയിക്കുന്ന ഓരോ പുരുഷനും കൃഷ്ണന്മാരാണ്. പ്രണയിക്കപ്പെടുന്ന ഓരോ സ്ത്രീയും രാധയാണ്. ഇന്നും രാധമാരുണ്ട്. കാമുകന്മാരാൽ ഉപേക്ഷിക്കപ്പെട്ട നിരവധി രാധമാരുണ്ട്. 6ഉം 7ഉം വർഷം ഭയങ്കരമായി പ്രണയിച്ചിട്ട് ഒടുവിൽ അവൻ നിർദ്ദയം ഉപേക്ഷിച്ചിട്ട് പോകും. അങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഒരുപാട് രാധമാരുണ്ട്. കരയുന്നുകൊണ്ട് ഒരുപാട് പേര് പറയുന്നു 10 വർഷത്തെ പ്രണയബന്ധമാണ്, 7 വർഷത്തെ പ്രണയബന്ധമാണ്, അത് ബ്രേക്കപ്പായി പോയി എന്ന് കരയുന്ന നിരവധി രാധമാരുണ്ട്. രാധയുടെ ദുഃഖം വളരെ ഭംഗിയായി മനസ്സിലാക്കിയിട്ടാണ് ആ പൂവച്ചൽ ഖാദർ പറഞ്ഞത്, നിന്റെ കണ്ണീരൊരു കാളിന്തിയായത് ഇന്നും അറിഞ്ഞില്ല ദേവൻ, നിന്റെ ചിലങ്കകൾ മൂകമായി തീർന്നതും തെല്ലുമറിഞ്ഞില്ല കണ്ണൻ, നിന്റെ കണ്ണീരൊരു കാളിന്തിയായത് ഇന്നും അറിഞ്ഞില്ല ദേവൻ, നിന്റെ ചിലങ്കകൾ മൂകമായി തീർന്നതും തെല്ലുമറിഞ്ഞില്ല കണ്ണൻ. അതെ സ്നേഹിക്കപ്പെട്ട രാധമാര്, ആ രാധമാര് ഉപേക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അവരുടെ കണ്ണീര് കാളിന്തി നദി പോലെ പരന്നൊഴുകുന്നത് ഇന്നും പല കാമുകന്മാരും അറിയുന്നില്ല. അവരാൽ നിർദ്ദയം ഉപേക്ഷിക്കപ്പെട്ട ആ കാമുകിമാരുടെ ചിലങ്കകൾ മൂകമായി തീർന്നത്, അവരുടെ ചിരികൾ നിന്നുപോയത് ഇന്നും പല കാമുകന്മാരും അറിയുന്നില്ല. അങ്ങനെ കാമുകന്മാരാൽ ഉപേക്ഷിക്കപ്പെട്ട് കരഞ്ഞ് തളർന്ന് കണ്ണീര് കാളിന്തിയായി മാറിയ, തൻ്റെ ചിലങ്കകൾ മൂകമായി മാറിയ, ചിരിക്കാൻ മറന്നുപോയ നിരവധി രാധമാർ ഇന്നും ജീവിച്ചിരിക്കുന്നു. ആ രാധമാർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.